അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ഇൽമുൻ നഹ്വിലെ നമ്മുടെ ചർച്ച എത്തി നിൽക്കുന്നത് സുലാസി, റുബായി ഫീലുകളിലെ മുജറദ്, മസീദ്, ഫീഹി ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ഫീലുകളെക്കുറിച്ച്, അവയുടെ വസനുകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി അതുമായി ബന്ധപ്പെട്ട് വന്ന അല്പം ചില ചോദ്യങ്ങളും അതിനാവശ്യമായ ചില വിശദീകരണങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഒന്നാമത്തെ ചോദ്യം കേട്ടറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. അൽ ഫിഅലു ഇത്മഅന്ന ഫിഅലുൻ മസീദുൻ വസിയാദത്തു ഡാഷ്. ഇത്മഅന്ന എന്ന ഫിഅല് അത് ഫിഅലുൻ മസീദുൻ, മസീദായ ഫീലാണ്. നമുക്കറിയാം മുജറദ്, മസീദ് ഇങ്ങനെ രണ്ട് രൂപങ്ങളിലാണ് ഫീലുള്ളത്. മുജറദ് എന്ന് പറഞ്ഞാൽ അസ്ലിയായ അക്ഷരങ്ങൾ മാത്രം ഉള്ള ഫീലാണ് മുജറദ്. മസീദ് ഫീഹി എന്ന് പറഞ്ഞാൽ അസ്ലിയായ അക്ഷരങ്ങൾക്ക് പുറമെ അല്പം സായിദിയായ ചില അക്ഷരങ്ങൾ കൂടി ഉള്ളതിനാണ് മസീദ് ഫീഹി എന്ന് പറയാം. ഇത്മഅന്ന എന്നുള്ളത് മസീദ് ഫീഹിയായ ഫീലാണ്. ഇതിലെ വസിയാദത്തു സായിദിയായിട്ട് വന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അൽ ഹംസത്തു വത്താഉ, അൽ ഹംസത്താനി വനൂനുൻ, വത്താഉ വനൂനുൻ, അൽ ഹംസത്തു വതളീഫുൻ നൂനി. ഇതിലേതാണ് ശരിയായ ഉത്തരം? നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇത്മഅന്ന എന്ന ഫീലിലെ സായിദിയായ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന ചോദ്യം. ഓക്കെ, ഇതിൽ ശരിയായ ആൻസർ വരുന്നത് അൽ ഹംസത്താനി വനൂനുൻ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനാണ് ഇതിലെ ശരിയായ ആൻസർ. നമുക്ക് നോക്കാം. ഇതിൻ്റെ വസ്ന്, ഇത്മഅന്ന എന്ന ഫീലിൻ്റെ വസ്ന് വരുന്നത് ഇഫ്അല്ല എന്ന വസ്നാണ് വരുന്നത്. ഇഫ്അല്ല എന്നുള്ളത് ഹുവ മിനൽ മുൽഹഖാത്തി ബി ഇഫ്അലല്ല, ഇഫ്അലല്ലയോട് ചേർക്കപ്പെട്ട മുൽഹഖാത്തിൽപ്പെട്ട ഒരു വസ്നാണ് ഇഫ്അലല്ല. ഇഫ്അലല്ല എന്നുള്ളത് അല്ലദി ഹുവൽ വസ്നു സാനി മിനൽ ഖിസ്മി സാനി മിനൽ റുബാഇൽ മസീദ് ഫീഹി, റുബായി മസീദ് ഫീഹിയിലെ രണ്ടാമത്തെ ഖിസ്മ്, അതായത് രണ്ട് അക്ഷരങ്ങൾ സായിദിയായിട്ട് വരുന്ന ഖിസ്മിൽപ്പെട്ട ഒരു വസ്നാണ് ഇഫ്അലല്ല എന്നുള്ളത്. ഇഫ്അലല്ലയിൽ സായിദിയായിട്ട് വരുന്ന അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ ആദ്യത്തെ ഹംസ, അത് സായിദിയാണ്. അതുപോലെ തന്നെ ഫാ, ഐന്, ലാമിന് ശേഷമുള്ള ഒരു ലാമ് എന്താണ്? സായിദിയാണ്. ഓക്കെ, അപ്പോൾ രണ്ടക്ഷരങ്ങളിൽ സായിദുണ്ട്. ഈ രണ്ടക്ഷരം സായിദിയായ ഇഫ്അലല്ലയോട് ചേർക്കപ്പെട്ട സുലാസിയിൽ നിന്നുള്ള ഒരു വസ്നാണ് ഇഫ്അല്ല എന്നുള്ളത്. കാരണം മുൽഹഖാത്താണ്, മുൽഹഖാത്തൊക്കെ സുലാസിയാണ്. അപ്പോൾ ഇഫ്അലല്ലയിൽ രണ്ടക്ഷരം മാത്രമേ സായിദയുള്ളൂ, പക്ഷേ അതിനോട് മുൽഹഖാത്തായ ഇഫ്അലയിൽ മൂന്നക്ഷരങ്ങൾ സായിദ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫഹുവ ബിൻ സുലാസി വൽ ഹുറൂഫുൽ അസ്ലിയത്തു ഫീഹി ഹിയ ത്വാഉ വൽ മീമു വനൂൻ. ഇതിലെ ഈ കറുപ്പക്ഷരം കൊടുത്തിട്ടുള്ള ത്വാഉ, മീമ്, നൂന് ഇവയാണ് അതിലെ അസ്ലിയായ അക്ഷരങ്ങൾ. അതല്ലാത്ത ചുവപ്പക്ഷരത്തിലുള്ള ആദ്യത്തെ ഹംസ, പിന്നെ ഒരു മീമിന് ശേഷമുള്ളൊരു ഹംസ, പിന്നെ നൂന്. ഇത്മഅന്ന എന്ന് പറയുമ്പോൾ രണ്ട് നൂനുണ്ടല്ലോ, ശബ്ദമുള്ള നൂനുണ്ട്. അത് സ്പ്ലിറ്റാക്കി ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് നൂനാക്കി എഴുതാൻ പറ്റും. അത് ഒരു നൂനും സായിദിയാണ്. ഇങ്ങനെ രണ്ട് ഹംസയും ഒരു നൂനുമാണ് അതിൽ സായിദിയായിട്ടുള്ള അക്ഷരങ്ങൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അവസാനമായിട്ട് നമ്മൾ പറഞ്ഞ ഉദാഹരണം എന്തായിരുന്നു? ഇതാ ഇവിടെ ഉൽഹിഖ ബി ഹാദൽ വസ്നി, സുലാസി മസീദിൽ അവസാനത്തെ വസ്നാണ് ഇഫ്അലല്ല വസ്ന്. അതിലെ ഒന്നാമത്തെ ഹംസയും പിന്നെ ഒരു ലാമും അതിൽ സായിദിയാണ്. ഇതിനോട് ചേർക്കപ്പെട്ട സുലാസി മസീദിൽ നിന്നുള്ള രണ്ട് വസ്നുകളാണ് ഇഫ്അല്ല, ഇഫ്അല്ല എന്നുള്ളത്.
അപ്പോൾ ഇഫ് അല്ലയിലും ഇഫ് അല്ലയിലും 3 അക്ഷരങ്ങൾ സായിദുണ്ട്. ഈ ചുവന്ന അക്ഷരത്തിൽ കാണുന്ന ഇതൊക്കെ എന്താണ് സായിദിയായ 3 അക്ഷരങ്ങളാണ്. അപ്പോൾ ഈ അതിൻ്റെ ഒന്നാമത്തെ ഇഫ് അല്ലയെ കുറിച്ച് അപ്പോൾ നമ്മൾ ചോദിച്ചല്ലേ ഇത്തുമ അന്ന. അതിൽ ആദ്യത്തെ ഹംസ, പിന്നെ ത്വാ മീം കഴിഞ്ഞിട്ടുള്ള ഒരു ഹംസ, പിന്നെ ഷദ്ദുള്ള നൂനിൽപ്പെട്ട ഒരു നൂന്. ഷദ്ദുള്ള നൂനുമ്പോൾ 2 നൂനുണ്ടാവുമല്ലോ, അതിലത്തെ ഒരു നൂന്. ഇതൊക്കെയാണ് സാരിയായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിക്കണം കേട്ടോ. ഇനി അടുത്താണ് NT എക്സാമിന് ചോദിച്ച നെറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ് ഫിഅലു വഹബ യഹബു. ഇത് ഏതിൽപ്പെട്ടതാണ്? ഏത് ബാബിൽപ്പെട്ടതാണ്? നമ്മൾ സുലാസിയായ ഫീലാണിത്. സുലാസി മുജറദാണ്. സുലാസി മുജറദ് ഒരുപാട് വസനുകളുണ്ട്. മുത്തരിദായ 5 വസനുകളുണ്ട്. ഷാദായ 4 വസനുകളുണ്ട്. ഇങ്ങനെ നസറ യൻസുറു, ലറബ യദ്രിബു, സമിഅ യസ്മഉ, ഫതഹ യഫ്തഹു, ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഇതിലെ ഏത് വസനിലാണ് നമ്മുടെ വഹബ യഹബു എന്നുള്ള ഫീല് വരുന്നത് എന്നാണ് ചോദ്യം. വഹബ യഹബു എന്നുള്ള ഫീല് നിങ്ങൾക്ക് ആൻസർ പറയാം. വഹബ യഹബു എന്നുള്ള ഫീല് ഓക്കെ ഡി എന്ന ഓപ്ഷനാണ് ഇതിലെ ശരിയായ ഉത്തരം. ഫതഹ യഫ്തഹു വസനിലാണ് ഫീലുള്ളത്. ഫഅല യഫ്അലു വസൻ അല്ലേ? അപ്പോൾ വഹബ എന്നതിൻ്റെ യഫ്അലു വസൻ എടുക്കും, മുദാരി എടുക്കുമ്പോൾ ശരിക്ക് യൗഹബു എന്നാണ് വരിക. യൗഹബു എന്നാണ് വരിക. അവിടുത്തെ വാവ് എങ്ങനെയാണ് അവിടെ പോയത് എന്ന് പറയാൻ പറ്റുമോ? വഹബ യൗഹബു എന്നല്ല ശരിക്കും വരേണ്ടത്. ഫതഹ യഫ്തഹു പോലെ പറയുകയാണെങ്കിൽ വഹബ യൗഹബു എന്നാണ് പറയേണ്ടത്. പക്ഷേ ഫീലിലുള്ളത് വഹബ യഹബു എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ആ വാവ് അവിടെ പോയിട്ടുള്ളത്? ഒരു വിശാലമായ ഒരു ചർച്ചയാണ്. നമുക്ക് മുഴത്തല്ലായ ഫീലുകളെ ഒന്നാമത്തെ അക്ഷരം മുഴത്തല്ലായ ഫീലുകൾക്കാണ് മിസാല് എന്ന് പറയാം. ഇവിടെ വഹബ യഹബു എന്നൊക്കെ ഉള്ളത് അതിൽ ഒന്നാമത്തെ അക്ഷരമാണല്ലോ അവിടെ മുഴത്തല്ലായി വന്നിട്ടുള്ളത്. അമ്മൽ വാവു മിനൽ ഫിഅലിൽ മുഴത്തല്ലിൽ ഫാഇ അയിൽ മിസാലി. ഈ ഫാഫിയിൽ ഒന്നാമത്തെ അക്ഷരം മുഴത്തല്ലായ മിസാലിൽ പെട്ട വാവ് ഉണ്ടല്ലോ, ആദ്യം വരുന്ന വാവ്. ഈ വാവിനെ ഫത്തുഹദഫു അതിനെ കളയപ്പെടും. മിനൽ ഫിഅലിൽ മുളാരി മുളാരി ആയ ഫീലിൽ നിന്ന് കളയപ്പെടും. അല്ലദി യകൂനു അലാ വസിനി യഫ്ഇലു യഫ്ഇലു വസിനിൽ വരുന്ന മുളാരിയിൽ നിന്ന് വാവ് കളയപ്പെടും എന്നാണ് നിയമം. നമ്മുടെ യഹബു എന്നുള്ളത് യഫ്അലു വസനാണ്. നിയമം അനുസരിച്ച് പറയുകയാണെങ്കിൽ യഫ്ഇലു വസനിലാണ് മുളാരി ഉള്ളതെങ്കിൽ വാവിനെ കളയാം എന്നാണ് നിയമം. അപ്പോൾ വഅദ യഇദു യഇദു എന്നുള്ളത് യൗഇദു യഫ്ഇലു വസനാണ്. വാവിനെ കളയാം. യൗഇദു വസനിൽ നിന്ന് യഫ്ഇലു വസനിൽ നിന്ന് വാവിനെ കളയാവുന്നതാണ്. അതുപോലെ തന്നെ വമക്ക യമിഖു, അവിടെ വമക്ക യമിഖു എന്ന് പറയുമ്പോൾ വമക്ക യൗമിഖു എന്നാണ്. യഫ്ഇലു വസനാണ്. യഫ്ഇലു വസനിൽ നിന്ന് ആ തുടക്കത്തിലെ വാവിനെ എന്ത് ചെയ്യാം? കളയാം. അതേസമയം യഫ്അലു വസനിലും യഫ്ഉലു വസനിലുമാണ് മുളാരി വരുന്നതെങ്കിൽ ആ വാവിനെ കളയാൻ പാടില്ല. അപ്പോൾ വജീല യൗജലു എന്നുള്ളത് യഫ്അലു വസനാണ്. യഫ്അലു വസനിൽ വാവ് കളയാൻ പാടില്ല എന്നാണ് നിയമം. അതേപോലെ തന്നെ വജുഹ യൗജുഹു, ഇവിടെ മുളാരിയുടെ യഫ്ഉലു വസനാണ്. ഈ യഫ്ഉലു വസനിൽ നിന്നും വാവിനെ കളയാൻ പാടില്ല. നമ്മൾ വിഷയം യഹബു എന്നാണ്. യഹബു എന്നുള്ള യഫ്അലു വസനാണ്. അപ്പോൾ യൗജലു പോലെയാണുള്ളത് അല്ലേ? യൗജലു പോലെയാകുമ്പോൾ ശരിക്കും നിയമം അനുസരിച്ച് അവിടെ വാവിനെ ഒരിക്കലും കളയാൻ പാടില്ല. പിന്നെ വാവ് എങ്ങനെ പോയി? ഇങ്ങനെ യഫ്അലു വസനിൽ ഒരുപാട് ഫീല് നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. ഇപ്പോൾ സഞ്ചാൻ എന്ന കിതാബുണ്ട്, തസ്രീഫുൽ ഇസ്സി എന്നറിയപ്പെടുന്ന സഞ്ചാൻ എന്ന കിതാബിൽ അവിടെ പറയുന്നുണ്ട് ഹുദിഫത്തിൽ വാവു മിൻ യത്തഉ വയസഉ വയദഉ വയഖഉ വയദഉ ലിഅന്നഹാ ഫിൽ അസ്ലി യഫ്ഇലു ബിൽകസ്രി ഫഫുതിഹത് ലിഹർഫിൽ ഹൽഖി. അതായത് ഇങ്ങനെ യഫ്അലു വസനിൽ വരുന്ന ഒരുപാട് ഫീലുകളുണ്ട്. വതഅ യൗതഉ, വസിഅ യൗസഉ, വളഅ യൗലഉ,
വഖഅ യൗഖഉ വദഅ യൗദഉ. ഇതൊക്കെ ശരിക്കും യഫ്അലു വസനാണ്. പക്ഷെ അവിടെ നിന്നൊക്കെ വാവ് കളഞ്ഞിട്ടുണ്ട്. യൗതഉ എന്ന് വാവ് പോയിട്ടുണ്ട്, യത്തഉ എന്നായി. യൗസഉ വാവ് നഷ്ടപ്പെട്ട് യസഉ എന്നായി. ഇവിടെയൊക്കെ വാവ് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു നിയമം ഉണ്ടാക്കിയിട്ട് ആ നിയമത്തിനനുസരിച്ച് സൊർഫിൻ്റെ ഓരോ ഫീലുകളും വരിക എന്നതല്ല, മറിച്ച് ഈ ഫീലുകളൊക്കെ നേരത്തെ ഉള്ളതാണ്, അതിന് ന്യായം നമ്മൾ കണ്ടെത്തുന്നു എന്നേ ഉള്ളൂ. സാധാരണഗതിയിൽ ഇങ്ങനെ യഫ്അലു വസനിൽ നിന്നാണ് വാവ് കളയപ്പെടാറ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വാവ് നഷ്ടപ്പെട്ടു ഒരു കാരണം പറയണമല്ലോ. ആ കാരണം പറയുന്നത് ഇതിന് അസ്ൽ എന്തായിരുന്നു, ഇതൊക്കെ യഫ്അലു വസനിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. യതഅ യൗതിഉ എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. യസഅ യൗസിഉ എന്നായിരുന്നു യഫ്അലു വസനിലായിരുന്നു മുളാരി ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഐൻ ഫീലോ അല്ലെങ്കിൽ ലാം ഫീലോ ഒക്കെ ഹൽക്കിൻ്റെ അക്ഷരമായി വന്നതുകൊണ്ട് ഇവിടെ യത്തഉ എന്നതിൽ ലാം ഫീൽ അവസാനത്തെ അക്ഷരം ഹംസയാണ്, ഹൽക്കിൻ്റെ അക്ഷരമാണ്. അത് യസഉ എന്നതിലും യദഉ യഖഉ യദഉ അവിടെയൊക്കെ അവസാനത്തെ അക്ഷരം ലാം ഫീൽ അവസാനത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ ഹൽക്കിൻ്റെ അക്ഷരമാണ്. ഇങ്ങനെ ഹൽക്കിൻ്റെ അക്ഷരം ആയതുകൊണ്ട് എന്ത് ചെയ്താണ്, ഒരു സുഖത്തിന് വേണ്ടി അത് യഫ്അലുവിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ആദ്യം യഫ്അലു വസനായിരുന്നു, അങ്ങനെ വാവ് കളഞ്ഞതാണ്. പിന്നെ ഇതിൻ്റെ ഐൻ ഫീൽ അല്ലെങ്കിൽ ലാം ഫീൽ ഒക്കെ എന്ത് ചെയ്തപ്പോൾ രണ്ടാമത്തെ അക്ഷരം മൂന്നാമത്തെ അക്ഷരമൊക്കെ ഹൽക്കിൻ്റെ അക്ഷരമായി വന്നപ്പോൾ ഒരു സുഖത്തിന് വേണ്ടി എന്താണ് യഫ്അലു വസനിലേക്ക് മാറ്റിയതാണ്. അങ്ങനെയാണ് ന്യായം പറയുന്നത്. ഇവിടെ നമുക്ക് യഹബു കാണാൻ കഴിയുന്നില്ല. യഹബു നമുക്ക് ആ നിയമം അനുസരിച്ച് പറയാൻ പറ്റും. യഹബു എന്നുള്ളതും ഐൻ ഫീൽ എന്താണ് ഹൽക്കിൻ്റെ അക്ഷരമാണ്. ഇപ്പോൾ യഹബു എന്നുള്ള വേറെ ഒരു കിതാബിൻ്റെ ഒരു ഇബാറത്ത് പറഞ്ഞുതരാം. മറാഹുൽ അർവാ എന്ന കിതാബിൽ പറയുന്നുണ്ട്, അനൽ വാവ ഹുദിഫ ഫി മിഥിലി യളഉ വയസഉ വയഖഉ വയഹബു. യഹബു യഖഉ യസഉ യളഉ തുടങ്ങിയ ഉദാഹരണങ്ങളിൽ നിന്ന് വാവ് കളയപ്പെട്ടു. വ ഗൈരിഹ, ഇത് മാത്രമല്ല ഇതല്ലാത്ത മറ്റ് ഫീലുകളൊന്നും കളയപ്പെട്ടിട്ടുണ്ട്. ആ മറ്റ് ഫീലുകളുടെ ഉദ്ദേശം മിമ്മ ഐനുഹു വലാമുഹു ഹർഫ ഹൽഖിൻ, അതിൻ്റെ രണ്ടാമത്തെ അക്ഷരമാകുന്ന ഐൻ ഫീല് അല്ലെങ്കിൽ മൂന്നാമത്തെ അക്ഷരമാകുന്ന ലാം ഫീലൊക്കെ ഹൽക്കിൻ്റെ അക്ഷരമായിട്ട് വരുന്ന ഫീലുകളിൽ നിന്ന് വാവ് കളയപ്പെട്ടു. ശരിക്കും വൈൻ കാന ഐനുൽ ഫീല് മഫ്തൂഹൻ ആണോ, ഐൻ ഫീല് മഫ്തൂഹ് ആണെങ്കിലും ശരി കളയപ്പെട്ടു. എന്താ കാരണം, ഈ അന്ന അസ്ലഹു യൗദിഉ, അസ്ൽ എന്താണ് യഫ്ഇലു വസനിലാണ് ബികസ്രില്ലാദ്. അപ്പോൾ അസ്ൽ അങ്ങനെ യഫ്ഇലു വസനാണ് എന്ന് സങ്കല്പിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെയൊക്കെ കളയുന്നത്. ശരിക്കത് ഖിയാസിനെതിരാണ്, നിയമത്തിനെതിരാണ്. ഏതാവട്ടെ യഹബു എന്നുള്ളത് നമ്മളെ യഫ്അലു വസനാണ്. ഫഅല യഫ്അലു ഫതഹ യഫ്തഹു വസനാണ്. വഹബ യഹബു. ശരിക്കും അവിടെ വാവ് കളയാൻ പാടില്ല എന്നാണ് അതിൻ്റെ കുല്ലിയ നിയമം. പക്ഷേ ഐൻ ഫീലോ ലാം ഫീലോ ഹൽക്കിൻ്റെ അക്ഷരമായി വരുന്ന ഇത്തരം ഫീലുകളിൽ നിന്ന് വാവ് കളയപ്പെടാറുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ വഹബ യഹബു വഖഅ യഖഉക്കെ. ഓക്കെ, ക്ലിയർ ആണോ? നിയമവും അതിൻ്റെ പഴുതും ഒക്കെ മനസ്സിലായോ? സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഉടനെ തന്നെ ചോദിക്കണം, വീണ്ടും പറഞ്ഞു തരുന്നതാണ്. പക്ഷേ അടുത്ത ചോദ്യമാണ്, മാ അസ്ലുൽ ഫിഅലില്ലദി തഹ്തഹു ഖത്തുൻ മിനൽ ആയത്തിൽ കരീമ. ഈ ആയത്തിലെ അടിവരയിട്ട ഭാഗത്തെ ആ കലിമത്തിൻ്റെ അസ്ൽ എന്താണെന്നാണ് ചോദ്യം. സൂറത്ത് യാസീനിൽ മാ യൻദുറൂന ഇല്ലാ സ്വൈഹത്തൻ വാഹിദത്തൻ തഅഖുദുഹും വഹും യഖ്സിമൂൻ. മാ യൻദുറൂൻ, അവർ കാത്തു നിൽക്കുന്നില്ല, അവർ പ്രതീക്ഷിക്കുന്നില്ല. ഇല്ലാ സുയ്ഹത്തൻ വാഹിദ, ഒറ്റ അട്ടഹാസമല്ലാതെ, ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂറിൽ ഓതുന്ന ആ ഒരു ശബ്ദമല്ലാതെ അവർ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ സൂർ ഊതിക്കഴിഞ്ഞാൽ തഅഖുദുഹും, അതവരെ പിടികൂടും. ആ ഖിയാമത്ത് നാളിൻ്റെ ഭയാനകതകൾ അവരെ പിടികൂടും. അങ്ങനെയുള്ള ആ ഒരു അട്ടഹാസമല്ലാതെ അവർ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിൽ എന്നാലോ വഹും യഖ്സിമൂൻ, അവരാണെങ്കിലോ ഇപ്പോഴും തർക്കത്തിലും അശ്രദ്ധയിലുമായിട്ട് ഇങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടാണ്. ഇവിടെ ഈ യഹ്സിമൂൻ എന്നതിൻ്റെ അസ്ല് യുഹസ്സിമൂൻ എന്നാണോ, യുഹ്സിമൂന എന്നാണോ, യതഹസ്സമൂന എന്നാണോ, യഹ്തസിമൂന എന്നാണോ? ഇത് ഏത് ഓപ്ഷനാണ് ശരി? നിങ്ങൾക്ക് ഉത്തരം സെലക്ട് ചെയ്യാം. യഹ്സിമൂൻ എന്നതിൻ്റെ അസ്ല്. PSC HSC എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഇതിൽ യഹ്തസിമൂന എന്നുള്ള ഓപ്ഷനാണ്
ഇതിലെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ ക്ലാസ്സിൽ അത് വിശദീകരിച്ച് ഇതേ ഉദാഹരണം തന്നെ വെച്ച് നമ്മൾ പറഞ്ഞതായിരുന്നു. ഈ ഇഖ്തസമ ഇഫ്താല വസനിൽ നിന്ന് പിരിഞ്ഞുണ്ടാകുന്ന മുത്തഫല്ലി ആയിട്ട് വരുന്ന ഒരു വസനാണ് ഹസ്സമ അല്ലെങ്കിൽ ഹിസ്സമ എന്നുള്ളത്. ആ ഹിസ്സമ സർഫാക്കിയാൽ ഹിസ്സമ യഹിസ്സിമു ഇങ്ങനെ സർഫാക്കി കഴിഞ്ഞാൽ മുലാരി കിട്ടും. അതിനെ സർഫാക്കി യഹ്സിമൂൻ എന്ന് കിട്ടും. ആ നിയമം എന്തായിരുന്നു? ഉത്തരം യഹ്തസിമൂനാണ്. അതിൻ്റെ അസുല് യഹ്തസിമൂൻ. എന്നിട്ട് എങ്ങനെ അത് യഹ്സിമൂൻ എന്നായി മാറി നമുക്ക് നോക്കാം. നുഖിലത്ത് ഹർക്കത്ത് താഇ ഇലൽ ഹാഇ. ഈ താഇൻ്റെ ഹർക്കത്തിനെ ഹായിലേക്ക് നീക്കം ചെയ്തു. ഇവിടെ ഇപ്പോൾ ഹായിന് സുക്കൂനും താക്ക് ഫത്തുഹാണുള്ളത്. ഈ താഇൻ്റെ ഹർക്കത്തിനെ മുമ്പുള്ള ഹായിലേക്ക് നീക്കം ചെയ്തു. അങ്ങനെ അത് യഹ തുസിമൂൻ എന്നായി. ആദ്യം അസിൽ പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം നിയമം പറയാം. നിയമം എന്തായിരുന്നു? ഇതാണ് നിയമം. ഇദാ കാന ഐനു ഇഫ്തഅല ഹർഫൻ മിൻ ഹുറൂഫി ഇഹിദ അശ്റത്തുൽ മദ്കൂറ. നേരത്തെ പറയപ്പെട്ടൊരു 11 അക്ഷരങ്ങളുണ്ടായിരുന്നു. സ്വാദ്, ലാദ്, ത്വാ, ലാ എന്നിവ തുടങ്ങുന്ന ഒരു 11 അക്ഷരങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ 11 അക്ഷരത്തിൽപ്പെട്ട ഒരക്ഷരമായിട്ട് ഇഫ്താല ബാബിലെ ഐൻ ഫീല് വന്നാൽ ജാസ ഇൻദ ബഅദിഹിം, ചില പണ്ഡിതരോടുക്കൽ ജായിസാണ് നഖ്ലു ഹർക്കത്തി താഇ ഇലൽ ഫാഇ. താഇൻ്റെ ഹർക്കത്തിനെ, ഇതാണ് താ, ഈ താഇൻ്റെ ഹർക്കത്തിനെ മുമ്പുള്ള ഫായിലേക്ക് നീക്കം ചെയ്യൽ അനുവദനീയമാണ്. എന്നിട്ട് ഇദ്ഗാമുഹാ ഫിൽ ഐനി ബഅദ ഖൽബിഹാ മിസ്ല മാ ബഅദഹ. ആ താഇനെ ശേഷമുള്ള ഐൻ ഫീൽ ഏതാണോ എങ്കിൽ അതിനനുസരിച്ച് മറിച്ച് ഇദ്ഗാം ചെയ്യലും അനുവദനീയമാണ്. വൈസ്കാത്തു ഹംസത്തുൽ വസ്ലി, വസ്ലിൻ്റെ ഹംസയെ കൊണ്ടുവരലും അനുവദനീയമാണ് എന്നൊരു നിയമം പറഞ്ഞിരുന്നു. അതനുസരിച്ച് നമുക്ക് നോക്കാം. ഇവിടെ യഹ്തസിമൂൻ എന്നാണ് അസിലുണ്ടായിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ താഇൻ്റെ ഹർക്കത്ത്, ഹായിന് ശേഷമുള്ള താഇൻ്റെ ഹർക്കത്തിനെ മുമ്പുള്ള ഹായിലേക്ക് നീക്കം ചെയ്തു. അപ്പോൾ എന്തായി തീർന്നു? യഹ്തസിമൂൻ എന്നായി തീർന്നു. സുമ്മ കുലിബത്തി താഉ സ്വാദൻ. എന്നിട്ട് ഈ താഇനെ സ്വാദാക്കി മറിച്ചു. അപ്പം എന്തായി മാറി? യഹ്സിമൂൻ. താഇനെ സ്വാദാക്കി മറിച്ചു, യഹ്സിമൂൻ എന്നായി. പിന്നെ ഇദ്ഗാം ചെയ്തു. മുനീർ താങ്കൾ വോയിസ് ഒന്ന്, മുനീർ സാർ. പിന്നെ ഉദ്ഗിമത്തി സ്വാദു ഫി സ്വാദി. സ്വാദിനെ സ്വാദ് ഇദ്ഗാം ചെയ്തു. 2 സ്വാദ് അടുത്തടുത്ത് വന്നു. ഒരു സ്വാദ് സുക്കൂന്, രണ്ടാമത്തെ സ്വാദ് ഹർക്കത്തുള്ളതായപ്പോൾ ഒന്നാമത്തെ സ്വാദിനെ രണ്ടാമത്തിലേക്ക് ഇദ്ഗാം ചെയ്തു. അങ്ങനെയാണ് യഹ്സിമൂൻ എന്നാവുക. യഹ്സിമൂൻ എന്ന ഖിറാഅത്തുണ്ട്. നമ്മുടെ ഖിറാഅത്തിൽ യഹ്സിമൂൻ എന്നാണ്. ഈ ഹായിന്, ഈ ഫാഫിന് കസ്ർ കൊടുക്കുക എന്നുള്ള ഒരു ലോകത്തുണ്ട്. അത് തൊട്ട് ശേഷം തന്നെ പറഞ്ഞിരുന്നു നമ്മൾ. വഇൻദ ബഅദിഹിം കസ്റത്തുൽ ഫാഇ മുത്ലഖൻ. ചില പണ്ഡിതന്മാരെന്ത് ചെയ്യും? ഇതിലെ ഫാഫിലിന് കസ്ർ കൊടുക്കും. ഒന്നാമത്തെ അക്ഷരത്തിന്, ഇവിടുത്തെ ഫാഫിൽ ഹ ആണ്, അതിന് നിരുപാധികം കസ്ർ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് വെച്ച് അസിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? അസ്ലുഹു യഹ്തസിമൂൻ എന്നാണ് അസിൽ. അതിൻ്റെ താഇൻ്റെ ഹർക്കത്തിനെ കളഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? യഹ്തസിമൂൻ എന്നായി. എന്നിട്ട് ഹായിന് കസ്ർ ചെയ്തു. അപ്പോൾ യഹ്തസിമൂൻ എന്നായി. സുമ്മ കുലിബത്തി താഉ സ്വാദൻ. പിന്നെന്ത് ചെയ്തു? താഇനെ സ്വാദാക്കി മറിച്ചു. അങ്ങനെ യഹ്സിമൂൻ എന്നായി. പിന്നെന്ത് ചെയ്തു? ഇദ്ഗാം ചെയ്തു. ഉദ്ഗിമത്തി സ്വാദു ഫി സ്വാദി. അപ്പോൾ യഹ്സിമൂൻ എന്നായി. ഇങ്ങനെയാണ് അവിടെ യഹ്സിമൂൻ എന്ന് വരുന്നത്. അപ്പോൾ അതിൻ്റെ അസ്വൽ എന്താണ്? യഹ്തസിമൂൻ എന്നാണ്. മുത്തഫരി ആയ 3 വസനുകളായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഓർക്കുന്നുണ്ടാകും. ഇവിടെ തഫഅല വസനിൽ നിന്ന് പിരിഞ്ഞുണ്ടാകുന്ന വസനാണ് ഇഫഅല വസന്. അതുപോലെ തഫാഅലയിൽ നിന്ന് പിരിഞ്ഞുണ്ടാകുന്നതാണ് ഇഫഅല വസന്. അതുപോലെ ഇഫ്തഅല നമ്മളെ വിഷയപദമാണ്. ഇഖ്തസമക്ക് ഇഫ്തഅല വസനാണ്. ഇഫ്തഅലയിൽ നിന്ന് പിരിഞ്ഞുണ്ടായ വസനാണ് ഫഅല അല്ലെങ്കിൽ ഫിഅല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത വിഷയം. നമുക്ക് അടുത്ത ചോദ്യം.
അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കല്ലേ. ചോദ്യം എന്താണ്? യാ അയ്യുഹൽ മുസമ്മിൽ. ഇവിടെ അൽ മുസമ്മിൽ എന്നുള്ളത് മിൻ അയ്യി വസ്നിൻ തഫറഅ ഹാദൽ ഇസ്മു. മുസമ്മിൽ എന്നുള്ളത് ഏത് വസനിൽ നിന്ന് പിരിഞ്ഞുണ്ടായ വസനാണ്? തൊട്ട് മുമ്പ് നമ്മളിപ്പോൾ പറഞ്ഞു. ഇഫ്അല വസന് പിരിഞ്ഞുണ്ടായത് ഏത് വസനിൽ നിന്നാണ്? സമ്മല എന്നതിൽ നിന്നാണോ? ഇസ്മല്ല അല്ലെങ്കിൽ തസമ്മല, അസ്മല, ഇങ്ങനെ ഏത് വസനിൽ നിന്നാണ് ഇസ്സമ്മല അല്ലെങ്കിൽ മുസമ്മിൽ? ഇസ്സമ്മലൻ്റെ ഇസ്മു ഫായിലാണ് മുസമ്മിൽ എന്നുള്ളത്. ഈ ഇസ്സമ്മല പിരിഞ്ഞുണ്ടായത് ഏത് വസനിൽ നിന്നാണെന്നാണ് ചോദ്യം. സമ്മല ഫഅല വസനിൽ നിന്നാണ് എന്ന് പറയുന്നു. ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, തസമ്മല. ഓക്കെ, തഫഅല വസനിൽ നിന്ന് പിരിഞ്ഞുണ്ടായതാണ് ഇസ്സമ്മല. നമ്മളവിടെ നിയമം പറഞ്ഞിരുന്നു അല്ലേ? ഇദാ കാന ഫാഉ തഫഅല ഔ തഫഅല താഅൻ ഔ സാഅൻ, അങ്ങനെ 11 അക്ഷരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 11 അക്ഷരത്തിൽപ്പെട്ട ഒരക്ഷരം തഫഅല ബാബിൻ്റെ ഫാഫിയിൽ ആയിട്ട് വന്നാൽ, ആ ഫായിൽ പകരം, അതായത് ഒന്നാമത്തെ അക്ഷരത്തിന് പകരം എന്ത് ചെയ്തു? ആ തായിൻ്റെ ശേഷമുള്ള അക്ഷരം ഈ 11 അക്ഷരത്തിൽപ്പെട്ട അക്ഷരമായി കഴിഞ്ഞാൽ ജാസ ഹദ്ഫു ഹർക്കത്തി താഇ മിൻ അവ്വലിഹിമ. താഇൻ്റെ ഹർക്കത്തിനെ, തുടക്കത്തിൽ താ ഉണ്ടല്ലോ, ആ താഇൻ്റെ ഹർക്കത്തിനെ കളയുകയും ആ താഇനെ എന്താക്കി മറിക്കാം? ആ 11 അക്ഷരത്തിൽപ്പെട്ട ഏത് അക്ഷരമായിട്ടാണ് ഫാ വന്നതെങ്കിൽ ആ അക്ഷരത്തെ പോലെ ആക്കി മറിച്ച് ആ അക്ഷരത്തിൽ ഇദ്ഗാം ചെയ്യാം. എന്നിട്ട് വസിൽ ഹംസയെ വലിച്ചു കൊണ്ടുവരാം. ഇതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അങ്ങനെ അത് ഇഫ്അല അല്ലെങ്കിൽ ഇഫ്അല എന്നൊക്കെയായി മാറുന്നത്. അപ്പോൾ നമ്മുടെ വിഷയം ഇസ്സമ്മല എന്നുള്ളതാണ്. ഇസ്സമ്മല എങ്ങനെയാണ് അസിലുണ്ടായിരുന്നത്? തസമ്മല എന്നാണ്. ഇവിടെ തഫഅല വസൻ ഉണ്ടല്ലോ, ഈ തഫഅല വസന്, അതായത് തസമ്മല, ഈ തസമ്മലയാണ് അതിൻ്റെ അസിൽ. ഇതിലെ ഫാഫീൽ ഏതാണ്? തായിന് ശേഷമുള്ള ഫാഫീൽ സ ആണ്. സ എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞ 11 അക്ഷരത്തിൽപ്പെട്ട ഒരക്ഷരമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന പറഞ്ഞത്? ഈ ഫസ്റ്റത്തെ തായിൻ്റെ ഹർക്കത്തിനെ കളയൽ അനുവദനീയമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഹുദിഫ മിൻഹു, ഹുദിഫത്ത് എന്നാക്കാം, ഹുദിഫത്ത് മിൻഹു ഹറക്കത്തു തായി, തായിൻ്റെ ഹറക്കത്തിനെ ഒന്ന് കളഞ്ഞു. അപ്പോൾ എന്തായി? തുസമ്മല എന്നായി. തുസമ്മല. പിന്നെയോ വ കുലിബത്തി താഉ സാഅൻ, ഞാൻ തായിനെ ശേഷമുള്ള സ ആക്കിയിട്ടൊന്ന് മറിച്ചു, അങ്ങനെ സിസമ്മല എന്നായി. പിന്നെ ഇദ്ഗാം ചെയ്തു ഉദ്ഗമത്തി സാഉ ഫിസായി ഫസാറ സമ്മല എന്നായി. അപ്പോൾ ഇവിടെ സുക്കൂനോട് തുടങ്ങൽ വന്നു. ഇവിടെ ഷദ്ദുള്ള സ ആണ് തുടക്കത്തിലുള്ളത്. ഷദ്ദുള്ള സ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സ, 2 സ ഉണ്ടാവും. ഒന്നാമത്തെ സ സുക്കൂനാണ്, രണ്ടാമത്തെ അറക്കത്തുള്ളതാണ്. ഇങ്ങനെ സുക്കൂനാണ് തുടങ്ങുന്നത്. സുക്കൂനോട് തുടങ്ങൽ പ്രയാസമായതുകൊണ്ട് വജുത്തുലിബത്ത് വലിച്ചു കൊണ്ടുവരപ്പെട്ടു. ഹംസത്തുൽ വസ്ലി, വസ്ലിൻ്റെ ഹംസ വലിച്ചു കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ അത് ഇസ്സമ്മല എന്നായി. ഓക്കെ, ആ ഇസ്സമ്മലയാണ്, അതിൻ്റെ ഇസ്മു ഫായിലാണ് നമ്മളെ മുസമ്മിൽ എന്നുള്ളത്. എങ്ങനെ സർഫാകുന്ന രൂപം? ഇസ്സമ്മല യസ്സമ്മലു ഇസ്സമ്മുലൻ ഫഹുവ മുസമ്മിലുൻ. ഇതാണ് ഇപ്പോൾ വിഷയം. യാ അയ്യുഹൽ മുസമ്മിൽ. പിന്നെ അതിൻ്റെ മജ്ഹൂൽ ഉസ്സുമ്മില ഇസ്സമ്മലു ഇസ്സമ്മുലൻ ഫഹുവ മുസമ്മലുൻ. അല്ലംറു മിൻഹു ഇസ്സമ്മൽ ലി യസ്സമ്മൽ ലി യുസ്സമ്മൽ വന്നഹ്യു ലാ തസ്സമ്മൽ ലാ യസ്സമ്മൽ ലാ യുസ്സമ്മൽ. ഇത് സർഫാക്കുന്ന രൂപമാണ്. ഇതിൻ്റെ അസ്ല് തസമ്മല എന്നാണ്. തസമ്മല സർഫാക്കൽ എങ്ങനെയാണ്? തസമ്മല യതസമ്മലു തസമ്മുലൻ ഫഹുവ മുതസമ്മിലുൻ വതുസമ്മില യുതസമ്മലു തസമ്മുലൻ ഫഹുവ മുതസമ്മലുൻ. അലംറു മിൻഹു തസമ്മൽ ലിയതസമ്മൽ ലിയുതസമ്മൽ വന്നഹ്യു ലാ തതസമ്മൽ ലാ യതസമ്മൽ ലാ യുതസമ്മൽ. ഓക്കെ, ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യമാണ്, കേട്ടറ്റ് എക്സാമിൽ ചോദിച്ച ചോദ്യം. ജിദ്റു കലിമത്തി ഇത്തഹദ. ഇത്തഹദ എന്ന കലിമത്തിൻ്റെ അതിൻ്റെ അസ്ല്, ജിദ്ർ എന്ന് പറഞ്ഞാൽ അസ്ലാണ്. അസ്ല് എന്താണെന്നാണ് ചോദ്യം. ഇത്തഹദ എന്ന ഫീലിൻ്റെ അസ്ല്, അതിൻ്റെ സായിദിയായ അക്ഷരങ്ങളൊന്നും ഇല്ലാത്ത അതിൻ്റെ ഒരു മുജറദായ രൂപം ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ ഇത്തഹദയിൽ സായിദിയ അക്ഷരങ്ങളുണ്ട്, സായിദിയ അക്ഷരങ്ങളൊന്നും ഇല്ലാത്ത അതിൻ്റെ അസ്ല് എന്താണെന്നാണ് ചോദ്യം. തഹിദ, അഹദ, പിന്നെ ഹുദി, അല്ലെങ്കിൽ ഹദയ, വഹദ. ഇതിലെ
ശരിയായ ഓപ്ഷൻ വരുന്നത് അഹദ എന്നുള്ളതാണ് കേട്ടോ. അഹദയാണ് ഇത് ശരിയായ ഓപ്ഷൻ. ഇത് വിശദീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു മുഖദ്ദിമയായിട്ട് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഒന്നാമത് ഇത്തഹദ എന്നുള്ളത് ഇഫ്താല വസനാണ്. ഇഫ്താല വസനാണ് ഇത്തഹദ എന്നുള്ളത്. ഇഫ്താല എന്ന് പറയുമ്പോൾ ഇഫ്താലയുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങൾ നമുക്ക് ആദ്യം പറയാം. ഒന്നാമത്തെ നിയമം, മതാകാന ഫാഉ ഇഫ്താല സ്വാദൻ ഔ ലാദൻ ഔ തോഅൻ ഔ ലോഅൻ. ഇഫ്താലിൻ്റെ ബാബിൽ വരുന്ന ഇഫ്താല വസനിൽ വരുന്നൊരു ഫെയിലിൻ്റെ ഫാഫിയിൽ ആ ഫാഇൻ്റെ സ്ഥാനത്ത് സ്വാദ്, ലോദ്, തോ ലോ ഇങ്ങനെ ഒന്നാമത്തെ അക്ഷരം സ്വാദോ ലോദോ തോഓ ലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുലിബത്ത് താഉഹു തോഅൻ, അതിലെ താഇനെ മറിച്ച് തോ ആക്കി മാറ്റാം എന്നാണ് നിയമം. ഫായിന് ശേഷം താ ഉണ്ടല്ലോ, ആ തായിനെ മറിച്ച് എന്ത് ചെയ്യാം, തോ ആക്കി മാറ്റാം. അപ്പോൾ ഫതഖൂലു ഫി ഇഫ്താല മിന സുൽഹ്, സുൽഹ് എന്നതിൽ നിന്ന് ഒരു ഇഫ്താല വചനം എടുക്കുകയാണെങ്കിൽ എങ്ങനെ പറയാം, ഇസ്ത്വലഹ എന്ന് പറയാം. ശരിക്കും അസൽ എന്തായിരുന്നു, ഇസു തലഹ എന്നാണ് അസലുണ്ടായിരുന്നത് അല്ലേ. അസലെങ്ങനെയാണ്, ഇസു ത്വലഹ. സുൽഹിൽ നിന്ന് ഒരു ഇഫ്താല വചനം എടുക്കുമ്പോൾ ഇസ്തലഹ എന്ന് വരാം. പക്ഷേ തന്നെ ഇഫ്താല ബാബിലെ ഈ ഫാഫിയിൽ സ്വാദായി വന്നാൽ ഇതിൽ തായിനെ മറിച്ച് ത്വ ആക്കി മാറ്റാമെന്നാണ് നിയമം. അതനുസരിച്ച് തായിനെ ത്വ ആക്കി മറിച്ചു, അപ്പോൾ ഇസ്തലഹ എന്നാവും. അതുപോലെ ലർബിൽ നിന്ന് ഇഫ്താല വചനം എടുക്കുമ്പോൾ ഇളു ത്വറബ എന്നാണ് വരിക. ഈ ത്വ കണ്ടില്ലേ, അവിടെ ശരിക്ക് പുള്ളിലെ താ ആയിരുന്നു വേണ്ടിയിരുന്നത്, അവിടെ തായിനെ മറിച്ച് ത്വ ആക്കിയതാണ്. അവിടെ ഫാഫിയിൽ ദ്വാദായി വന്നപ്പോൾ. അതുപോലെ ഇത്വറദ, തുറദിൽ നിന്ന് ഇത്വറദ, ശരിക്ക് ഇത്തു തറദ എന്നുണ്ടായിരുന്നത്, ആ തായിനെ മറിച്ച് ത്വ ആക്കി മറിച്ചു, അങ്ങനെ ഇദ്ഗാം ചെയ്തു, അങ്ങനെ ഇത്വറദ എന്നായി. ദുൽമിൽ നിന്ന് ഇത്വലമ അല്ലെങ്കിൽ ഇല്ലലമ എന്നൊക്കെ ആയിട്ട് മാറും. എങ്ങനെ ആ ഓരോന്നും ആകുന്ന രൂപം പറയുന്നു നോക്കൂ. ഇസ്തലഹൻ്റെ അസിൽ, ആദ്യം പറഞ്ഞ ഇസ്തലഹൻ്റെ അസിൽ ഇസ് തലഹ എന്നാണ് അസിൽ. ഇഫ്താല വസനാകുമ്പോൾ ഇസ്തലഹ എന്ന് വരിക. എന്നിട്ടോ അതിലെ ഈ തായിനെ മറിച്ച് എന്ത് ചെയ്തു, ത്വ ആക്കി മാറ്റി. കാരണം ഇഫ്താല ബാവിലെ ഫാഫിയിൽ സ്വാദായി വന്നാൽ തായിനെ മറിച്ച് ത്വ ആക്കി മാറ്റാമെന്നാണ് നിയമം. അതനുസരിച്ച് ത്വ ആക്കി മാറ്റിയപ്പോൾ ഇസ്ത്വലഹ എന്നായി മാറി. അതുപോലെ ഇൽ തൊറബൻ്റെ അസിൽ ഇൽ തറബ, പുള്ളിയുള്ള താ ആണ് ഇൽ തറബ എന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇഫ്താല ബാബിലെ ഫാഫിയിൽ ലാദായി വന്നപ്പോൾ ഈ തായിനെ മറിച്ച് ത്വ ആക്കി, അങ്ങനെ ഇൽ തൊറബ എന്നായി. ഒരു പറയാൻ സുഖം അങ്ങനെ തന്നെയാണല്ലോ. അതേപോലെ തന്നെ ഇത്തൊറദ അസലെന്നാണ്, തൊറദിൽ നിന്നാകുമ്പോൾ ഇത്തു തറദ എന്നാണ് അസലുണ്ടായിരുന്നത്. ഇത്തു തറദ. പിന്നെ തായിനെ മറിച്ച് ത്വ ആക്കി മറിച്ചു, അപ്പോൾ ഇത്തു ത്വറദ എന്നായി. പിന്നെ രണ്ട് താ എടുത്തെടുത്ത് വന്നു. ഒന്നാമത്തെ താ ഇത് സാക്കിനും രണ്ടാമത്തെ മുത്തഹരിക്ക കാപ്പ് ഇദ്ഗാം ചെയ്യാൻ സൗകര്യമുള്ള രൂപത്തിൽ വന്നു, അതിന് ഇദ്ഗാം ചെയ്തു, അപ്പോൾ ഇത്തൊറദ എന്നായി മാറി. ഓക്കെ. പിന്നെ ഇത്വലമ അല്ലെങ്കിൽ ഇല്ലലമ, അതിൻ്റെ അസല് ഇളുത്തലമ എന്നാണ്. ദുൽമെന്ന് പോകുന്നതാണല്ലോ, ദുൽമെന്നുള്ള ഇഫ്താല വചനം എങ്ങനെയാണ് വരിക, ഇളുത്തലമ എന്ന് വരിക. ഇവിടെയും എന്ത് ചെയ്തു, ഫാഫിയിൽ ലാ ആയപ്പോൾ തായിനെ മറിച്ച് ത്വ ആക്കി മറിച്ചു, അങ്ങനെ ഇളു ത്വലമ എന്നായി. ഈ ലോദും ലോവും ത്വ ഒക്കെ മഹ്റജ് അടുത്തടുത്ത അക്ഷരങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഒന്നുകിൽ പറയാൻ സുഖത്തിന് രണ്ടും ത്വ ആക്കി മാറ്റാം, അല്ലെങ്കിൽ രണ്ടും ലോ ആക്കി മാറ്റാം. ഒന്നുകിൽ എന്ത് ചെയ്യുക, തുറക്കത്തിലുള്ള ലായിനെ ത്വ ആക്കി മറിക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ത്വഇനെ ലോ ആക്കി മറിക്കാം. ഏതാവട്ടെ, കാരണം മഹ്റജ് അടുത്തടുത്തായതുകൊണ്ട് ഒരേ അക്ഷരമാകുമ്പോഴാണ് പറയാൻ സുഖം ഉണ്ടാവുക. ഒരു അക്ഷരാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒന്നുകിൽ ലായിനെ ത്വ ആക്കി മറിച്ച് ഇത്വലമ ആക്കാം, അല്ലെങ്കിൽ ത്വഇനെ ലോ ആക്കി മറിച്ച് ഇല്ലലമ ആക്കാം. ഇദ്ഗാം ചെയ്യുമ്പോൾ ഇത്വലമ അല്ലെങ്കിൽ ഇല്ലലമ എന്നായി മാറും. അപ്പോൾ ഇഫ്താല ബാബിലെ ഫാഫിയിൽ സ്വാദോ ലോദോ തോ ലോ ആകുമ്പോഴുള്ള നിയമമാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത് പറഞ്ഞത്. ഇതേപോലെ ഇഫ്താല ബാബിൻ്റെ വേറൊരു നിയമമാണ്, ഈ ഇഫ്താല ബാബിൻ്റെ ഫാഫിയിൽ ദാല് അല്ലെങ്കിൽ പുള്ളിയുള്ള ദാല് അല്ലെങ്കിൽ സാ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് തായിനെ ദാലാക്കി മറിക്കാൻ പറ്റും. നേരത്തെ തായിനെ ത്വ ആക്കി മറിച്ചു, ഇനി ഇവിടെ തായിനെ ദാലാക്കി മറിക്കാൻ പറ്റുന്നതാണ് നിയമം. ഫാഫിയിൽ ദാലോ ദാലോ സാओ ആയി വന്നാൽ. അതനുസരിച്ച് നോക്കൂ, ഇഫ്താല ദർഇൽ നിന്നുള്ള ഇഫ്താലയിൽ എന്ത് പറയും, ഇദ്ദറ എന്നാണ് പറയുക. ദിക്റിൽ നിന്നുള്ളത് ഇദ്ദക്കറ എന്നാണ് പറയുക. സജറിൽ നിന്ന് ഇസ്ദജറ എന്നാണ് പറയുക. നമുക്ക് ഓരോ അസിൽ നോക്കാം. ഇദ്ദറ, ദർഇൽ എന്നുള്ളത് ഇദ്ദറ. ആ അസിൽ എങ്ങനെ വരിക, ഇത് തറ. ഇഫ്താല വസനാണ്, അപ്പോൾ ഇത് തറ എന്നാണ് വരിക.
ഇവിടെ ഫാഫിയിൽ ദാലായതുകൊണ്ട് തായിനെ മറിച്ച് ദാലാക്കി മറിച്ചു. അപ്പോൾ ഇദ്ദറ എന്നായി. പിന്നെ ഇദ്ഗാം ചെയ്തു. അങ്ങനെയാണ് ഇദ്ദറ എന്നായി മാറുന്നത്. അതുപോലെ രണ്ടാമത്തെ ഇദ്ദക്കറ അല്ലെങ്കിൽ പുള്ളിയുള്ള ഇദ്ദക്കറ, അങ്ങനെ രണ്ട് രൂപത്തിൽ പറയാം. ദിക്റിൽ നിന്ന് പോകുന്ന ഇഫ്താലിൻ്റെ വസനാണ് ഇദ്ദക്കറ അല്ലെങ്കിൽ ഇദ്ദക്കറ. രണ്ട് രൂപത്തിലും പറ്റും. എങ്ങനെ രണ്ട് രൂപത്തിലും പറ്റുന്നത് നോക്കാം. അതിൻ്റെ അസല് ഇത് തക്കറ എന്നാണ്. ഇഫ്താലിൻ്റെ വസന് ഇത് തക്കറ എന്ന് ശരിക്കും ഉണ്ടാവാം. ഇഫ്താലിൻ്റെ ബാബിൻ്റെ ഫാഫിയിൽ ദാലായപ്പോൾ തായിനെ മറിച്ച് ദാലാക്കി മറിച്ചു. അങ്ങനെ ഇത് ദക്കറ എന്നായി. പിന്നെ എന്ത് ചെയ്തു, ഒന്നുകിൽ ദാലും ദാലൊക്കെ രണ്ടും മഹ്റജ് അടുത്തടുത്ത അക്ഷരങ്ങളാണ്. അതുകൊണ്ട് ഒന്നുകിൽ എന്ത് ചെയ്യുക, പുള്ളിയുള്ള ദാലിനെ പുള്ളില്ലാത്ത ദാലാക്കി മറിക്കുക, രണ്ടിനും ദാലാക്കാം. അല്ലെങ്കിൽ രണ്ടിനും തിരിച്ചെന്ത് ചെയ്യാം, പുള്ളില്ലാത്തതിനെ പുള്ളിയുള്ളതാക്കി മാറ്റി രണ്ടിനെയും ദാലാക്കി മാറ്റാം. അപ്പോൾ ഒന്നുകിൽ രണ്ടിനെയും ദാലാക്കുക അല്ലെങ്കിൽ രണ്ടിനെയും ദാലാക്കാം. അപ്പോൾ ഇത് ദക്കറ അല്ലെങ്കിൽ ഇത് ദക്കറ എന്നായി. പിന്നെ ഇദ്ഗാം ചെയ്യുമ്പോൾ ഇദ്ദക്കറ അല്ലെങ്കിൽ ഇദ്ദക്കറ എന്നായി. ഇത് ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ അല്ലേ. സൂറത്ത് യൂസുഫിൽ വഖാലല്ലദീ നജാ മിൻഹുമ വദ്ദക്കറ ബഅദ ഉമ്മത്തിൻ അന ഉനബ്ബിഉകും ബിതഅ്വീലിഹി ഫഅർസിലൂൻ. സൂറത്ത് യൂസുഫിൽ പറഞ്ഞിട്ടുണ്ട് വഖാലല്ലദീ നജാ മിൻഹുമ. രണ്ട് ജയിൽ പുള്ളികളുണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ രണ്ട് ആളുകൾ ജയിലിലുണ്ടായിരുന്നു. ഇന്ന് ഒരാൾ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട ആൾ പറഞ്ഞു, അതാണ് വഖാല പറഞ്ഞു. അല്ലദീ നജാ രക്ഷപ്പെട്ട ആൾ, മിൻഹുമ ആ രണ്ടാളുകളിൽ നിന്ന് രക്ഷപ്പെട്ട ആൾ പറഞ്ഞു. പിന്നെ വദ്ദക്കറ മൂപ്പര് ഓർമ്മ വന്നു. മൂപ്പർക്ക് ബഅദ ഉമ്മത്തിൻ കുറേ കാലങ്ങൾക്ക് ശേഷം മൂപ്പർക്ക് ഓർമ്മ വന്നു. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഓർമ്മ വരികയും ചെയ്തു. അങ്ങനത്തെ ആ വ്യക്തി പറഞ്ഞു, എന്ത് പറഞ്ഞു, അന ഉനബ്ബിഉകും ബിതഅ്വീലിഹി, രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് ഫാറസിലൂൻ, എന്നെ ജയിലിലേക്ക് അയക്കൂ. അവിടെ യൂസുഫ് എന്ന് പറയുന്ന ഒരു ആളുണ്ട്. മൂപ്പരോട് ചോദിച്ച് ഞാൻ എന്ത് ചെയ്യാം, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരാം, എന്നെ അങ്ങോട്ട് അയക്കുവീൻ. അദ്ദേഹം സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമൊക്കെ പറയാൻ അറിയുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന സന്ദർഭം അവിടെ വദ്ദക്കറ എന്ന് ഖുർആനിൽ തന്നെ വന്ന ഒരു വാക്കാണ്. അത് ദിക്റിൽ നിന്ന് പോകുന്ന ഇഫ്താലിൻ്റെ വസനാണ്. അത് ഇദ്ദക്കറ എന്നായി മാറിയതാണ്. ഓക്കെ. മറ്റൊന്നാണ് ഇസ്ദജറ. ഇസ്ദജറ സജറിൽ നിന്ന് പോകുന്നത് ഇസ്ദജറ എന്നാണ് വരിക. ശരിക്കും അസൽ എന്നാണ് ഇസ് തജറ എന്ന് വരിക കേട്ടോ. ഇഫ്താലിൻ്റെ വസന് ഇസ് തജറ എന്ന് വരിക. ഇഫ്താലിൻ്റെ ബാബിൻ്റെ ഫാഫിൽ സാ ആയപ്പോൾ തായിനെ മറിച്ച് ദാലാക്കി, അങ്ങനെ ഇസ്ദജറ എന്നായി. അപ്പോൾ ഇഫ്താലിൻ്റെ ബാബിലെ രണ്ടാമത്തെ നിയമമാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തൊരു നിയമമുണ്ട്. ഒമത്താ കാന ഫാഉ ഇഫ്താല വാവൻ ഔ യാ എൻ ഔ സാ എൻ. വാവോ യാ ഓ സാ ഓ ആണ് ഇഫ്താലിൻ്റെ ബാബിലെ ഫാഫിലെങ്കിൽ അതിൻ്റെ കുലിബത്ത് ഫാഉഹു താ എൻ, തായിനെ അല്ല മറിച്ച് ഫാഫീലിനെ ഫായിനെ എന്താക്കി മറിക്കാം, താ ആക്കി മറിക്കാവുന്നതാണ് നിയമം. അപ്പോൾ ഇങ്ങനെ പറയാം, ഫതഖൂലു ഫി ഇഫ്താല മിനൽ വാഇദി ഇത്തഅദ വമിനൽ യുസ്രി ഇത്തസറ വമിനൽ സഗരി ഇത്തഗറ. ഇങ്ങനെ മൂന്ന് രൂപത്തിൽ വരിക. വഅദിൽ നിന്നുള്ള ഇഫ്താലിൻ്റെ വസനം എങ്ങനെ വരിക, ഈബുത്തഅദ എന്ന ശരിക്കും അസ്ല് വരിക. ഈബുത്തഅദ വഅദിൽ നിന്നുള്ള ഇഫ്താലിൻ്റെ വസനം ഈബുത്തഅദ. ഇവിടെ ഫാഫിയിൽ വാവായപ്പോൾ ഈ വാവിനെ മറിച്ച് ത ആക്കി, അങ്ങനെയാണ് എന്തത് ഇത്തഅദ എന്നായി. ഇപ്പോൾ ഇദ്ഗാം ചെയ്തു, അങ്ങനെ ഇത്തഅദ. അതിൽ യുസ്റിൽ നിന്ന് വരുമ്പോൾ ഈ തസറ എന്ന് വരാം. ഈ തസറ ഇഫ്താലിൻ്റെ വസന് ഈ തസറ എന്ന് വരാം. അത് യാഇനെ മറിച്ച് ഫാഫിയിൽ യാ ആയപ്പോൾ ഇഫ്താലിൻ്റെ ബാബിൻ്റെ ഫാഫിയിൽ യാ ആയപ്പോൾ ഈ യാഇനെ മറിച്ച് താ ആക്കി മറിച്ചു, അങ്ങനെ ഇത്ത് തസറ എന്നായി. ഇദ്ഗാം ചെയ്തു, ഇത്തസറ എന്നായി. പിന്നെ അടുത്താണ് ഇത്തഗറ. ഇത്തഗറ ഇതേപോലെ തന്നെ ഇസ്തഗറ എന്ന അസിൽ വരിക, സറിൽ നിന്ന് വന്നാണല്ലോ. അപ്പോൾ ഇഫ്താലിൻ്റെ ബാബിലെ ഫാഫിയിൽ സാ ആയപ്പോൾ ആ സായിനെ മറിച്ച് താ ആക്കി മറിച്ചു, അപ്പോൾ ഇത്തഗറ എന്നായി. പിന്നെ ഇദ്ഗാം ചെയ്തു, ഇത്തഗറ എന്നായി. ഏതായാലും നമ്മളെ വിഷയം എന്തായിരുന്നു, അഹദ എന്നാണ്. ഇത്തഹദാണ് നമ്മളെ വിഷയം. ഇത്തഹദയിൽ നിന്ന് ഒരു ഇഫ്താല വസൻ എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരിക, ഈ ഇത്തഹദ എന്നാണ് വരിക. ഈ ഇത്തഹദ തുടക്കത്തിൽ ഹംസ വന്നു കഴിഞ്ഞാൽ ആ ഹംസനെ മറിച്ച് താ ആക്കുന്നൊരു നിയമം നമ്മൾ പറഞ്ഞിട്ടില്ല. ഏതൊക്കെ നിയമം പറഞ്ഞത്, ഫാഫിൽ വാവ് യാ സാ ആവുകയാണെങ്കിൽ, ഈ മൂന്നക്ഷരം ആവുകയാണെങ്കിൽ അവയെ മറിച്ച് താ ആക്കാമെന്ന് പറഞ്ഞു. ഏതായാലും ഹംസ വന്നു കഴിഞ്ഞാൽ അവിടെ ആ ഹംസയെ മറിച്ച് താ ആക്കാം എന്ന നിയമമൊന്നും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇത്തഹദ എന്ന് ഉണ്ടായിത്തീർന്നത്, അഹദയിൽ നിന്ന് ഇത്തഹദ പിന്നെ എങ്ങനെ ഉണ്ടായി? അപ്പോൾ ശരിക്ക് അഹദയിൽ നിന്ന് ഒരു ഇഫ്താൽ വസന് വരുമ്പോൾ ഈ ഇത്തഹദ എന്നാണ് ഉണ്ടാവുക. അതൊക്കെയാണല്ലോ ഇഫ്താൽ വസന്
ഇത്തഹദ എന്നാണ് ഉണ്ടാവുക. ഇവിടെ എന്ത് ചെയ്തു? 2 ഹംസ അടുത്തടുത്ത് വന്നു അല്ലേ? 2 ഹംസ അടുത്തടുത്ത് വന്നു. ഒന്നാമത്തെ ഹംസ ഹർക്കത്തുണ്ട്, രണ്ടാമത്തെ ഹംസ സാക്കിനാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 2 ഹംസകൾ അടുത്തടുത്ത് വന്നു, രണ്ടാമത്തെ ഹംസക്ക് സുക്കൂനാണെങ്കിൽ തൊട്ട് മുമ്പുള്ള ഹംസക്ക് ഏതാണോ ഹർക്കത്ത് ആ ഹർക്കത്തിനനുസരിച്ച് രണ്ടാമത്തെ ഹംസനെ മാറ്റണം എന്നൊരു നിയമമുണ്ട്. ഇവിടെ ഇപ്പോൾ ഒന്നാമത്തെ ഹംസക്ക് കെസ്റാണല്ലോ. കെസ്റായതുകൊണ്ട് ഈ ഹംസനെ യാ ആക്കി മറിക്കണം. ഇനി തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് മുമ്പുള്ള ഹംസക്ക് ലമ്മാണെങ്കിൽ ഹംസനെ വാവാക്കി മറിക്കണം. അതുപോലെ മുമ്പുള്ളതിന് ഫത്തഹാണെങ്കിൽ ഹംസനെ അലിഫാക്കി മറിക്കണം എന്നൊക്കെയാണ് നിയമം. ഇവിടെ ഇപ്പോൾ മുമ്പ് കെസ്റായതുകൊണ്ട് ഹംസയെ യാ ആക്കി മറിച്ചു. അങ്ങനെ ഈത്തഹദ എന്നായി. ഓക്കെ, അപ്പോൾ ഈത്തഹദ എന്ന് വന്നു. ഈത്തഹദ എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ഇഫ്താലിൻ്റെ ബാബിലെ ഫാഫയിൽ യാ ആയതുകൊണ്ട് യായിനെ മറിച്ച് താ ആക്കാന്നൊക്കെ നിയമമുണ്ടല്ലോ. അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? താ ആക്കി മറിക്കാം. അങ്ങനെ ഇത്തഹദ എന്നായി, ഇത്തഹദ എന്നായി. പക്ഷേ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഈത്തഹദ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ യാ എന്തല്ല അസ്ലിയായ യാ അല്ല, നേരത്തെ ഹംസയായിരുന്നു. ഹംസ മറിഞ്ഞ് വന്ന യാ ആണ്. ഇനി ഹംസ മറിഞ്ഞ് വന്ന യാ ആണെങ്കിൽ അതിനെ താ ആക്കി മറിക്കാൻ പറ്റുക എന്നാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഇത്തഹദ എന്നുള്ളത് നിയമത്തിനെതിരായിട്ട് വന്നതാണ് കേട്ടോ. ഏതൊരു നിയമമാണെങ്കിലും കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നതാണ് ഇത്തഹദ. അത് നിയമത്തിനെതിരായിട്ട് വന്നതാണ് എന്നർത്ഥം. ശരിക്കും വരേണ്ടത് എങ്ങനെയായിരുന്നു? ഈത്തഹദ എന്നാണ്. ആ യായിനെ താക്കി മറിക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല. ഇഫ്താലിൻ്റെ ബാബിലെ ഫാഫയിൽ യാ ആയി കഴിഞ്ഞാൽ താക്കി മറിക്കാം എന്നുണ്ടെങ്കിലും അത് യാ അസ്ലിയായ യാ ആവുമ്പോഴാണ് മറിക്കാൻ പറ്റുക. ഹംസ മറിഞ്ഞ് വന്ന യാ ആണെങ്കിൽ അതിനെ താക്കി മറിക്കാൻ പറ്റുകയില്ല എന്നാണ് പ്രബലമായ നിയമം. അതേസമയത്ത് ഇങ്ങനത്തെ യായിനെയും മറിക്കാൻ പറ്റുമെന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ഇപ്പോൾ മദ്രസത്തുൽ ബഗ്ദാദിയ അഭിപ്രായക്കാരാണ്. അതനുസരിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു യായിനെ താക്കി മറിക്കാം. അങ്ങനെ ഇത്തഹദ എന്ന് അവരുടെ ആ റാജിഹല്ലാത്ത അഭിപ്രായ പ്രകാരം നിയമപ്രകാരം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഇത്തഹദ എന്നുള്ളത് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും അഹദ എന്നാണ് എൻ്റെ അസുല്. അതിന് ഇഫ്താലിൻ്റെ വസനാകുമ്പോൾ ഈ ഇത്തഹദ എന്നാണ് ശരിക്കും വരേണ്ടത്. എന്നിട്ട് 2 ഹംസ അടുത്തടുത്ത് വന്നു. രണ്ടാമത്തെ ഹംസക്ക് സുക്കൂനായപ്പോൾ അതിനെന്ത് ചെയ്തു? മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹർക്കത്തിനനുസരിച്ച് യാ ആക്കി മറിച്ചു. അങ്ങനെ ഈത്തഹദ എന്നായി. പിന്നെ ആ യായിനെ മറിച്ച് താ ആക്കി ഇത്തഹദ എന്നായി. ഇദ്ഗാം ചെയ്തു, ഇത്തഹദ എന്നായി. അങ്ങനെയാണ് ഇത്തഹദ രൂപപ്പെട്ടത്. ഈ നിയമം ഉണ്ടല്ലോ, 2 ഹംസ അടുത്തടുത്ത് വന്നാൽ രണ്ടാമത്തെ ഹംസയെ മറിക്കണം എന്നുള്ള നിയമം, അത് സഞ്ചാരിലും മറ്റുള്ള സൊറഫിൻ്റെ കിതാബിലൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ആമന യൂമിനു ഈമാനൻ എന്നൊക്കെ പറയലുണ്ടല്ലോ. ആമന അസിൽ എന്നാണ്? അഅ്മന എന്നാണ് അസിൽ. ആമന വിശ്വസിച്ചു എന്ന അർത്ഥത്തിന് ആമന എന്നുള്ളതിൻ്റെ അസിൽ അഅ്മന എന്നാണ്. അഫ്അല വസന്, അമ്നിൽ നിന്നുള്ള അഫ്അല വസനാണ്. അവിടെ 2 ഹംസ അടുത്തടുത്ത് വന്നു. രണ്ടാമത്തെ ഹംസക്ക് സുക്കൂനായപ്പോൾ തൊട്ട് മുമ്പുള്ള ഹംസൻ്റെ ഹർക്കത്ത് ഫത്തഹാണല്ലോ. ആ ഫത്തഹിനനുസരിച്ച് അലിഫാക്കി മറിച്ചു. അങ്ങനെ ആമന എന്നായി. അതിൻ്റെ മജ്ഹൂൽ എടുക്കുകയാണെങ്കിൽ ഉമിന എന്നാണ്. ഊമിന എന്നാണ് അതിൻ്റെ എന്തു വരിക? അസിൽ വരട്ടോ. ഊമിനാണ് ശരിക്കും പറയേണ്ടത്. അതെങ്ങനെ? അസിൽ ഉമിന എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഉമിന എന്നായിരുന്നു അസിലുണ്ടായിരുന്നത്. എന്നിട്ടോ അവിടെ 2 ഹംസ അടുത്തടുത്ത് വന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ ഹംസക്ക് സുക്കൂനായപ്പോൾ ഒന്നാമത്തെ ഹംസൻ്റെ അർക്കത്തിനനുസരിച്ച് അതിനെ വാവാക്കി മറിച്ചു. അങ്ങനെയാണ് ഊമിന എന്നായി മാറുന്നത്. അതിൽ ഈമാന് എപ്പോഴും കേൾക്കുന്ന വാക്കാണ് ഈമാൻ. ഈമാൻ അസൽ എന്താണ്? ഇമാൻ എന്നാണ്. ഇമാനെ യുമിനു ഇമാൻ ഈമാൻ എന്നതിൻ്റെ അസൽ ഇമാൻ എന്നാണ്. 2 ഹംസ അടുത്തടുത്ത് വന്നു. രണ്ടാമത്തെ ഹംസക്ക് സുക്കൂനായപ്പോൾ ഒന്നാമത്തെ ഹംസൻ്റെ അർക്കത്ത് ഏതാണോ അതിനനുസരിച്ച് എന്ത് ചെയ്തു? യാ ആക്കിയിട്ട്, ഒന്നാമത്തെ ഹംസക്ക് കെസ്റാണല്ലോ, അതിനനുസരിച്ച് യാ ആക്കി മറിച്ചു. അങ്ങനെയാണ് ഈമാൻ എന്നാണ്. ഓക്കെ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ. വിഷയം പറഞ്ഞൊക്കെ മനസ്സിലായിട്ടുണ്ടോ? അടുത്ത ചോദ്യം, ഫമനിത്തഖ വഅസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം, ഒരായത്താണ്. ഇതിലെ ഇത്തഖ എന്നുള്ളത് അത് ഏത് ബാബിൽപ്പെട്ടതാണ്? ഇഫ്അല, ഇഫ്തഅല, ഫഅലല, ഇത്തഫ്അല, ഏത് വസനിൽപ്പെട്ടതാണ് ഇത്തഖ എന്നുള്ളത്? നിങ്ങൾക്ക് സെലക്ട് ചെയ്യാട്ടോ ഓപ്ഷൻ.
ഓക്കെ ഇതിലെ ഓക്കെ ഇഫ്താല വസനാണ് ഇത് ശരിയായ ഓപ്ഷൻ വരുന്നത് അല്ലേ. ഇഫ്താല വസന്. ഈ വഖാ യഖീ വിഖായത്തൻ എന്നൊരു ഫീല് കേട്ടിട്ടുണ്ടല്ലോ. ഈ വിഖായത്തിൽ നിന്ന് പോകുന്ന ഒരു ഇഫ്താല വസന് അപ്പോൾ അസ്ലെങ്ങനെ വരിക? അസ്ൽ എങ്ങനെയായിരിക്കും വരിക? വിഖായത്തിൽ നിന്നുള്ള ഇഫ്താല വസൻ എങ്ങനെയായിരിക്കും അസ്ൽ വരിക എന്ന് പറയാൻ പറ്റുമോ? വഖാ എന്നതിൽ നിന്ന് ഓക്കെ വിഖായത്തിൽ നിന്ന് പോകുമ്പോൾ ഇഫ്താല വസൻ വരുമ്പോൾ ഇവ്തഖ എന്നാണ് ശരിക്കും വരിക കേട്ടോ. ഇവ്തഖ എന്നാണ് അസ്ൽ വരിക. എന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ വാവിനെ താ ആക്കി മറിച്ചു. അപ്പോൾ അവസാനം പറഞ്ഞില്ല ഇഫ്താൻ്റെ ബാബിലെ ഫാഫിയിൽ വാവോ യാ ഓ താ ഓ ഒക്കെ ആണെങ്കിൽ ആ അക്ഷരത്തെ താ ആക്കി മറിക്കാമെന്ന നിയമം പറഞ്ഞിരുന്നല്ലോ അവസാനം. ഇപ്പോൾ അവിടെ ഉദാഹരണം കൊടുത്ത വാഴതിൽ നിന്ന് പോകുന്ന ഇവുത്താഴ ഇത്താഴയായി മാറിയതിൽ നേരത്തെ പറഞ്ഞു ഉദാഹരണം. അതേപോലത്തെ സമാനമായ ഉദാഹരണമാണ് ഇത്തക്ക എന്നുള്ളത്. ഇവുത്തക്ക എന്നായിരുന്നു അസ്ല്. ഇഫ്താൻ്റെ ബാബിലെ ഫാഫിയിൽ വാവായപ്പോൾ വാവിനെ മറിച്ച് താ ആക്കി, അങ്ങനെ ഇത്തക്ക എന്നായി. പിന്നെ ഇദ്ഗാം ചെയ്തു, അങ്ങനെ ഇത്തഖ എന്നായി മാറി. സമാനമായ മറ്റൊരു ചോദ്യം. അസ്ലുൽ ഫിഅലി ഇത്തഫഖ. ഇത്തഫഖ എന്ന ഫീലിൻ്റെ അസ്ല് തഫിഖ, അഫിഖ, വഫിഖ, അത്ഫഖ. ഏതാണ് അസ്ലായിട്ട് വരിക? ഇത്തഫഖൻ്റെ അസ്ല്. സെലക്ട് ചെയ്യണേ. ഇത്തഫഖൻ്റെ അസ്ല് ഓക്കെ സി ആണ്. വഫ്കിൽ നിന്ന് പോകുന്ന ഒരു ഇഫ്താല ബാബാണ് ഇത്തഫഖ എന്നുള്ളത്. അതിൻ്റെ അസ്ല് ഇവുത്തഫഖ എന്നാണ് വരിക. ഇവുത്തഫഖ ഇഫ്താല മിനൽ വഫ്ഖ് അസ്ലുഹു ഇവുത്തഫഖ. ഇവുത്തഫഖ എന്ന അസ്ല് വരിക. ഇഫ്താല ബാബിലെ ഫാഫിൽ വാവായാൽ ആ വാവിനെ കുറിച്ച് താ ആക്കി മറിക്കാം എന്നുള്ള നിയമം അനുസരിച്ച് താ ആക്കി മറിച്ചു. അങ്ങനെ അത് ഇത്തഫഖ എന്നായി. ഇദ്ഗാം ചെയ്തു, അങ്ങനെ ഇത്തഫഖ എന്നായി മാറി. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ കളക്ട് ചെയ്തത്. അതിൽ ആവശ്യമായ വിശദീകരണങ്ങളൊക്കെ തരാൻ പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ് കേട്ടോ.